മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി ലോകത്തിലുള്ള 5 ഭൂഖണ്ഡങ്ങളിലെ ശ്രോതാക്കൾക്ക് നൽകുന്ന ഒരു വിരുന്നാണ് ഈ പ്രഭാത വിരുന്ന് എന്ന് പറയുക. ഈ വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഈ ശുശ്രൂഷ ഒരുക്കാൻ സഹായിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രാർത്ഥനയുള്ളൊരു മനസ്സോടുകൂടി വേണം നിങ്ങളെല്ലാവരും ഇതിൻ്റെ മുമ്പിലിരിക്കാനെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ മറ്റ് ചിന്തകളെയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ശുശ്രൂഷയിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ 73-ാം സങ്കീർത്തനത്തിലെ 28-ാമത്തെ വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. നമ്മൾ ഈ ദിവസം പലതരം സന്തോഷങ്ങൾ തേടിപ്പോയെന്നൊക്കെ ഇരിക്കും. അല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രഭാതം നമുക്ക് നൽകുന്ന ആനന്ദം ഈ ദിവസം മുഴുവനും നിലനിൽക്കട്ടെ. അതിനുവേണ്ടി ഹൃദയമൊരുക്കി ചിന്തകളൊരുക്കി നമുക്കിതിൽ പങ്കുചേരാം. പ്രത്യേകമായി വിശുദ്ധ കുർബാനയോട് നമുക്ക് ചേരാം. ഇനി ഈ പ്രഭാതത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രത്യേകമായി ഇന്ന് നമുക്ക് കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരെയും തമ്പുരാൻ സമർപ്പിച്ചുകൊണ്ട് നിത്യപുരോഹിതനായ യേശു ഞങ്ങളുടെ വൈദികരെ അനുഗ്രഹിക്കണമേ, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എപ്പോഴും നിറച്ച് കാത്തു സൂക്ഷിക്കണം. നമുക്കൊരു നിയോഗം പോലെ പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും പ്രത്യേകമായി വിളിച്ച് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത കർത്താവിൻ്റെ കൃപ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം ആളുകൾ ശുശ്രൂഷകൾക്കായി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. പിതാവിൻ്റെ കൃപയും കർത്താവായ ഈശോ മിശിഹായുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നാം എല്ലാവരിലും നിറയാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വൈദികരിൽ നിറയാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ വചനത്തിന് അടിസ്ഥാനമായി നമ്മൾ എടുക്കുന്ന വചനഭാഗം തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം ലേഖനത്തിലെ 3:17 അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാകുന്നു എന്ന്. ഒരു പൊങ്ങച്ചം പറയുന്നത് പോലെ നമുക്ക് തോന്നും. അല്ല, നമ്മുടെ മതത്തിൻ്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ശ്രേഷ്ഠമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാകുന്നുവെന്ന്. നമ്മൾ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പായുടെ ഒരു വളരെ പ്രസിദ്ധമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ചാക്രിക ലേഖനമുണ്ട്. എക്ലേസിയ ദെ യൂക്കറിസ്ത്യ എന്ന് ലത്തീനിൽ പറയുന്ന വിശുദ്ധ കുർബാനയുടെ സഭ. വളരെ മനോഹരമാണ്. അതിനകത്ത് മാർപ്പാപ്പ വളരെ ഗംഭീരമായിട്ട് വിശുദ്ധ കുർബാനയെ കാര്യമായി നിർവചിക്കുകയും അതിനകത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ കുർബാന എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുവെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ്. കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ചേരുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുക. അതാണ് നമ്മളിവിടെ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുക. വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് നമുക്ക് ഓർക്കാം.
മത്തേയ കൗൺസിൽ പ്രത്യേകം 47 പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ദൈവിക രഹസ്യങ്ങളുടെ കലവറയാണ് എന്നാണ് പറയുക. ഈ രഹസ്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഇറ്റ് ഈസ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ചെവി പറയുന്ന കാര്യമൊന്നുമല്ല. ബിയോണ്ട് അവർ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് പലതും ആവാതെ വരും, അല്ലെ ഗ്രഹിക്കാനാവുന്നില്ല എന്നുള്ള സത്യം നമ്മൾ ഓർത്തുകൊണ്ടാണ് നമ്മുടെ മതവിശ്വാസത്തെ നമ്മൾ സമീപിക്കുക എന്ന് നമുക്കറിയാം. മിസ്റ്ററി എന്ന വാക്കാണ് ഉപയോഗിക്കുക അതിനകത്ത്, രഹസ്യമെന്ന്. കാരണം അത് നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്നതായതുകൊണ്ട്, ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്നത് കൊണ്ട് ഇതിന് മുമ്പിൽ പഠനമോ അല്ലെങ്കിൽ വലിയ പ്രസംഗവുമൊന്നും അല്ല, ധ്യാനമാണ് ആവശ്യം. ധ്യാനിച്ച് വരുമ്പോൾ ഈ മഹാരഹസ്യങ്ങളുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്ന വെളിപാടുകൾ, അത് പൗലോസ് പറയുന്നൊരു കാര്യമാണ് ഗലാത്യർ 2:10, പല വെളിപാടുകളും പല ബോധ്യങ്ങളും നമുക്ക് അവിടുന്ന് നൽകും എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാന ഒരു താത്വികമായ തരത്തിൽ നിൽക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെയും എൻ്റെയൊക്കെ അനുഭവമാണ് ഓരോ ദിവസത്തേക്കും ജീവിതത്തിന്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ കണ്ടെത്തും. മാർപ്പാപ്പ നമ്മോട് പറയും, രക്തസാക്ഷിയുടെ സഹന ബലിഷ്ഠതയെ അതിലംഘിക്കുന്ന ഒരറിവ് നമുക്ക് കുർബാനയെക്കുറിച്ച് വേണമെന്ന്. രക്തസാക്ഷി എന്തുമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത രക്തസാക്ഷിയായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു സഹനത്തിൻ്റെ ബലിഷ്ഠത, ബലം, ഉറപ്പ് നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉണ്ടായിരിക്കണം എന്ന് മാർപ്പാപ്പ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന സത്യം. യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4:10 നമ്മൾ കാണും, അവൻ തൻ്റെ പുത്രനെ പാപപരിഹാരമായി നമുക്ക് തന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമായി തൻ്റെ പുത്രനെ ബലിയായി നൽകിക്കൊണ്ട് പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 23-24 നമ്മൾ വായിക്കുമ്പോൾ പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ ഈ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന ആ വാക്കിന് വളരെയേറെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ സാധിക്കും. ആദ്യം ന്യായവാദങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട അങ്ങനെയൊന്നും ചെയ്യണമെന്നൊക്കെ ചോദിച്ചുവെങ്കിലും അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങി, അങ്ങനെയാണുള്ള പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുക, സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിനെ. ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ കുർബാനയിലേക്ക് വന്നു കഴിയുമ്പം വീണ്ടും കേൾക്കും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11:24, ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ തന്നെ മുഴുവനും ഒറ്റിക്കൊടുത്ത ആ ശിഷ്യൻ്റെ ദുഷ്ടത നിലനിൽക്കെ അവൻ്റെ കരങ്ങളിലേക്ക് പോലും തൻ്റെ ശരീരവും രക്തവും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഇന്ന് സീറോ മലബാർ കുർബാനയിൽ അങ്ങനെയാണ് പറയുക, ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്ന് മാറ്റി വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു ഇത് തോന്നി, അതെങ്ങനെയാണ് അർത്ഥങ്ങളൊക്കെ ശരിയാകുമോ എന്നൊക്കെ. പിന്നെ അതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഏൽപ്പിച്ചു കൊടുക്കലെന്ന വാക്ക് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടൊരു വാക്കാണ്. അവനെ മർദ്ദകരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് എന്ന് പറയുന്നയാൾ. കർത്താവ് തൻ്റെ ശരീരവും രക്തവും അതിനു മുമ്പ് മനുഷ്യകുലത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരമായിട്ട് പീലാത്തോസിൻ്റെ ആ ഏൽപ്പിച്ചു കൊടുക്കലിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട്, ഒടുവിലത്തെ അത്താഴത്തിൽ തന്നെ ഒറ്റക്കൊടുത്തവൻ്റെ കരങ്ങളിലേക്ക് പോലും തൻ്റെ ശരീരവും രക്തവും ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ കാണുന്നത് ആ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ കുരിശിൽ കാണുക. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരുക്കമായിട്ട്, അങ്ങനെ ഒരു മനസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗെത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പോയിരുന്ന് രക്തം വീർത്ത് പ്രാർത്ഥിച്ചപ്പോഴും ചെയ്തത് എന്താ? തൻ്റെ സഹനവും മരണവും തൻ്റെ മുമ്പിൽ കണ്ട കർത്താവ്, ഈ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുമെന്ന് ബോധ്യമായ കർത്താവ് തന്നെ മുഴുവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ഹിതം പോലെ ഭവിച്ചു കൊള്ളട്ടെ. ഈ ഏൽപ്പിച്ചു കൊടുക്കല നമ്മൾ കാണുക. ഈ ഏൽപ്പിച്ചു കൊടുക്കൽ നമ്മളോട് ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യുക. നമ്മൾ ഈ സീറോ മലബാർ കുർബാന ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ ഈ കുർബാന സ്വീകരിക്കട്ടെ. അപ്പം നമ്മൾ അർപ്പിക്കുന്ന, നമ്മളെയും നമ്മുടെ ജീവിതത്തെയും അർപ്പിക്കുന്ന ഈ കുർബാന മുഴുവൻ
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിത്തറ, അല്ലെങ്കിൽ ഏറ്റവും ബലിഷ്ഠമായൊരു തലം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കർത്താവിന് നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത്രയും ആ ഏൽപ്പിച്ചു കൊടുക്കലിൽ നമ്മളെ തന്നെ ഒരുക്കുന്നത് പോലും ഈ തമ്പുരാൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചൊക്കെയുള്ള ധ്യാനമാണ്. അതാണ് ഓരോ ദിവസവും സഭ നമുക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാനയിലൂടെ ഒരുക്കുക. നമ്മുടെ പള്ളികളൊക്കെ പലപ്പോഴും ജനനിബിഡമല്ലേ, എത്രയോ ആളുകളാണ് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. രാവിലെ മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കണം നമ്മൾ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു പ്രഭാതത്തിൽ നമ്മൾ വന്നിട്ട് നിന്നിട്ട് നമ്മുടെ ആ ദിവസത്തെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. പിതാവേ, ഇതാ ഞാൻ എല്ലാം നിനക്ക് വേണ്ടി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മനസ്സോട് ചേർത്ത് വെച്ച് ഓരോ സഹനത്തെയും കഷ്ടപ്പാടിനെയും അധ്വാനത്തെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സഹനങ്ങളെയെല്ലാം ഈ തരത്തിൽ ഒരു ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കുമൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചോദനമായി ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്കതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ തന്നെ നമുക്ക് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ധ്യാനിച്ച് പോകാം. ഒരു ദിവസം ഒരു ആൾ എന്നോട് പറഞ്ഞു, ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ആ ആൾ ഇതുപോലെ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടൊരു ക്രിസ്ത്യാനിയാണ്. അന്നേരം പറഞ്ഞു, അച്ഛാ 30 വർഷമായിട്ട് ഞാൻ, അയാൾക്കൊരു 50 വയസ്സും വെച്ചും കാണും, 30 വർഷമായിട്ട് ഞാൻ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോയി ഞായറാഴ്ചയും കുർബാന മുടക്കാറില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ആ പള്ളിയുടെ പുറത്തിരിക്കും, നടയിലിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ പുറത്തിരിക്കും. കുർബാന കഴിയുമ്പം ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി വണ്ടിയും കൂടി ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ ഇരുന്ന് ഞാൻ പള്ളിയുടെ അകം പോലും കണ്ടിട്ടില്ല. വല്ല കല്യാണത്തിനെങ്കിലും പോയാലും ഇവരെല്ലാം പുറത്താണ് നിൽക്കാറുള്ളൂ. ഒരു ധ്യാനമൊക്കെ കൂടി വിശുദ്ധ കുർബാന എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആൾത്താരയുടെ തൊട്ട് മുമ്പിൽ പോയി നിന്നപ്പോഴാണ് ആൾത്താരയുണ്ടെന്നും അവിടെ കുരിശുണ്ടെന്നും സഹനമുള്ള കർത്താവിനെ അവിടെ കണ്ടെത്താൻ പറ്റുമെന്നും അവൻ്റെ സാന്നിധ്യം തിരുസക്കാരനൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ആ കുർബാനയുടെ അർത്ഥങ്ങളിലേക്ക് ഞാൻ ധ്യാനിച്ച് പോകാൻ തുടങ്ങി. 30 വർഷം എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാനിപ്പോൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന വേണ്ടത്ര രീതിയിൽ അതിൽ പങ്കുചേരാതെ നഷ്ടപ്പെട്ടു പോയ കൃപകളെ ഞാനിപ്പോൾ തിരിച്ചു പിടിക്കുകയാണെന്ന് എനിക്കത് വല്ലാത്തൊരു പ്രചോദനമായിട്ട് തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുർബാന അർപ്പണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എവിടെയെങ്കിലും നമ്മുടെ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നഷ്ടപ്പെട്ട വിശുദ്ധ കുർബാനയുടെ കൃപകളുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ഇനിയുള്ള നമ്മുടെ കുർബാനകൾ നമുക്ക് കാരണമായിട്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യോഹന്നാന്റെ സുവിശേഷം 3:16. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. പുത്രനാകട്ടെ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പിതാവിൻ്റെ സ്നേഹവും ഈ പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ഹൃദയങ്ങൾ നിറയാൻ നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ത്രിത്വത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും സാന്നിധ്യവും സംരക്ഷണവും എല്ലാം നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ഹൃദയത്തിൽ ഈ സ്നേഹം നിറയാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പ്രചോദനത്തെ അങ്ങ് കണക്കിലെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള സ്നേഹത്തിൻ്റെ ശക്തി, ദൈവത്തെ അറിയാനുള്ള, കർത്താവായ ഈശോമിശിഹായുടെ വിശുദ്ധ കുർബാനയെ അറിയാനുള്ള പ്രത്യേകമായ വരവും കൃപയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ പരിശുദ്ധ മാർപ്പാപ്പായുടെ നിയോഗത്തോടും പരിശുദ്ധ മാർപ്പാപ്പയോടുള്ള വിധേയത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും വിശ്വാസികളോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും മധ്യസ്ഥതയിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ എല്ലാ യാതനകളും പ്രാർത്ഥനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആനന്ദം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്നിരളയണമെന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
മരിയൻ കൂടാരങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾ നിയോഗിക്കുന്നു. ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും തിരുസഭയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ തൃപ്പാദങ്ങളിൽ വയ്ക്കുന്നു. പരിശുദ്ധ പിതാവിനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും വിശ്വാസികളോടും ഞങ്ങൾ പ്രത്യേകമായിട്ട് ചേരുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ മരിയൻ കൂടാരങ്ങളിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നുവോ അവരെ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ കനിവോട് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം
സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്, രഹസ്യമെന്ത്? നമ്മുടെ എല്ലാ യാചനകളെയും പ്രാർത്ഥനകളെയും നമുക്ക് തമ്പുരാൻ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സ്നേഹം നിറയാനും, പുത്രൻ്റെ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ജീവിക്കാനും, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം സ്വീകരിച്ച് നയിക്കപ്പെടാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ പിതാവായ ദൈവവും പുത്രനായ രക്ഷകനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പരിശുദ്ധ സഭയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് പ്രത്യേകമായി നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയാൻ ഇടയാകട്ടെ. ഈ ദിനം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.